ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പുറത്തിറങ്ങി വന്നിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാറ്റിൻ്റെ സൗണ്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കാണും. താവക്കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ വെളിയിലിരുന്ന് എടുക്കാനേ സാഹചര്യമുള്ളൂ. അച്ഛൻ ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇതൊരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഫോളോവേഴ്സിനോ സബ്സ്ക്രൈബേഴ്സിനോ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. നമ്മളെ തീരെ ഇഷ്ടമല്ലാത്ത കണ്ണിൽ കണ്ടുകൂടാത്ത കുറച്ച് പേർക്കിട്ടുള്ളതല്ല കുറച്ച് പേർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അവരുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരാരും വിചാരിക്കരുത് ഇത് നിങ്ങളെ ഉദ്ദേശിച്ച് പറയണതാണ്. ഒരിക്കലുമല്ല. ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഈ ഒരു സംഭവം തുടങ്ങിയതിന് ശേഷം, ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ്. അതായത് അമ്മമാരായിക്കോട്ടെ, കുഞ്ഞു കുട്ടികളായിക്കോട്ടെ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 4 വയസ്സ് 5 വയസ്സുള്ള പിള്ളേർ വന്നിട്ട് ഞാൻ ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൊടുപുഴ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഞാൻ ചുമ്മാ പറയുകയല്ല, ഒരുപാട് പേരെ കണ്ടു. നമ്മൾ ഓടി വന്ന് സംസാരിക്കാനും നമ്മുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടു. ഇത്രയും ചെറിയ ഒരു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളായിട്ട് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആളുകളുണ്ട്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, അപ്പം നമ്മൾ ഈ ലോങ് വീഡിയോസിനേക്കാൾ കൂടുതൽ ഷോർട്ട് വീഡിയോസാണ്, അത് റീൽസാണ്. നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ലോങ് വീഡിയോ ഇടാറേ ഇല്ല. അത് എന്തോ എനിക്ക് ആശ്ചര്യം, തീരെ താല്പര്യമില്ല ലോങ് വീഡിയോ ഇടാനായിട്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ റീൽസാണ് കൂടുതൽ ഇടാറ് കേട്ടോ. അപ്പോൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയാറുണ്ട് റീൽസിനേക്കാൾ ഇഷ്ടം ലോങ് വീഡിയോസ് ആണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പം നമ്മളിത് രണ്ടും ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ റീൽസ് മാത്രം. അപ്പം നമ്മൾ റീൽസ് എന്ന് പറയുമ്പോൾ അതിനൊരു എന്താ പറയണേ, അതൊരു ഫണ്ണാണ്. അല്ലെങ്കിൽ നമ്മൾ ചില സ്റ്റോറിയൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊരു ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ നടക്കുന്ന ഒരു സംഭവം നമ്മളൊരു സ്റ്റോറി ആയിട്ട് ചെയ്യുന്നു. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു ഫണ്ണായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് റീൽസ്. അതായത് 10 സെക്കൻഡും 20 സെക്കൻഡും നല്ല കാറ്റാണ്, 30 സെക്കൻഡും അങ്ങനെയൊക്കെ വരുന്ന ചെറിയ വീഡിയോസുകൾ. അപ്പം അതൊരു ഫണ്ണാണ്. അല്ലെങ്കിൽ നമുക്കൊരു അതിനകത്ത് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത്രയും ആസ്വദിക്കുന്നില്ല വേണ്ട, നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് തട്ടി മാറ്റിയിട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഇതൊന്നുമല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. കമൻറ്റ് സഹിതം ഞാനിവിടെ കൊടുക്കാം. കമൻറ്റ് ഇടുന്നതും എന്താ പറയുക, ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ. ഭ്രാന്ത് പിടിച്ചിട്ടല്ല, എന്താ പറയുക, എനിക്കറിയില്ല. ഇത് 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. നിങ്ങളുടെ ഫോണാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട് ചാർജ് ചെയ്ത്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്ക് ചാർജ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വീഡിയോ കാണുന്നു. അതിനകത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമോ? അതിനകത്തൊന്നും ഒരു അഭിപ്രായവും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ മറ്റൊരാളുടെ ലൈഫിൽ കടന്ന് കയറിയിട്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു വീഡിയോ കണ്ടിട്ട് അതൊരു ഫണ്ണാണെന്ന് പോലും മനസ്സിലാകാതെ, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് കിണ്ടിയ ഉള്ളതെന്ന് പോലും മനസ്സിലാകാതെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഭാര്യയെ വിറ്റ് ജീവിക്കുന്നു, ഭർത്താവിനെ വിറ്റ് ജീവിക്കുന്നു, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. എനിക്കതൊന്നും ഇതിനകത്ത് കുറേ മെസ്സേജുകൾ അല്ലെങ്കിൽ കുറേ കമൻസുകൾ എന്താ പറയുക, നമുക്ക് വെളിയിൽ പറയാൻ കൊള്ളത്തില്ലാത്തതാണ്. വ്യൂസ് കിട്ടാൻ വേണ്ടി ഇതിലും ഭേദം നിൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ കമൻറ്റുകൾ ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നമുക്കെന്തോരു ഒന്നും സംഭവിക്കാനില്ല. ഇപ്പം എന്താ പറയുക, കമൻറ്റ് ചെയ്യുന്ന ആളുകളോട് വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, എന്താ പറയുക, ഇങ്ങനത്തെ മോശമായിട്ടുള്ള രീതിയിൽ എന്തിനാണ് നമ്മുടെ ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു, നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് കടന്നു കയറി വരാറുണ്ടോ? അല്ലെങ്കിൽ ഇഷ്ടമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നമ്മളെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫേസ്ബുക്കിലാണ് ഒരുപാട് ഇങ്ങനത്തെ മോശം വരുന്നത്. യൂട്യൂബിൽ അങ്ങനെയൊന്നും അവർ സമ്മതിക്കില്ല. അപ്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോ കയറുന്നു, എൻ്റെ മുഖവും അച്ഛൻ്റെ മുഖവും കാണുമ്പോൾ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഇതൊന്നും അല്ല, ഇനി നിങ്ങൾക്ക് അബദ്ധത്തിൽ പോലും നിങ്ങളുടെ ഫോണിൽ ഞങ്ങളുടെ ഫേസ് കയറി വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെണ്ടയ്ക്ക മുഴുപ്പിൽ ഫോണിലോ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്തിട്ട് പോകാമല്ലോ. നമ്മുടെ ഒരു ഫോളോവറിനെ അല്ലെങ്കിൽ തീരെ വില കുറച്ച് കാണുകയല്ല. നമുക്ക് ഓരോ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വില മതിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതിലൊരാൾ പോകുന്നത് നമുക്ക് അത്ര നല്ല കാര്യമല്ല. അപ്പം നമുക്ക് വിഷമമുള്ള കാര്യമാണ്. എങ്കിലും നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉള്ളതിലും നല്ലത് കുറച്ച് പേരാണെങ്കിലും നല്ല ആൾക്കാരുള്ളതാണ് നല്ലത്. അപ്പോൾ അത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വീഡിയോ കാണുകയും വേണം,
അതിൻ്റെ അകത്ത് വന്ന് ഇങ്ങനത്തെ ചൊറിയുന്ന കമൻറ്റ് നമുക്കും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതില്ല എന്നല്ല. എന്നാൽ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആരെയും ബ്ലോക്ക് ചെയ്യാത്തത് കേട്ടോ. ഇനി ഞാൻ കാണിക്കാം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഇത്രയും പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മോശപ്പെട്ട കമൻറ്റ്സ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഒരു അഭിജിത്ത് ഷാജു എന്ന് പറഞ്ഞിട്ടൊരാൾ, ഒരു പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ട് പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന്. ഞാൻ ചോദിക്കട്ടെ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നും ഞങ്ങൾക്ക് 2 അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പോരാത്തതിന് വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി എന്ത് പണിയാണ് ഞാൻ എടുക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഈ പറയണ ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ട്, ഇങ്ങനെ ഈ മോശപ്പെട്ട കമൻ്റ് ഇട്ട് നിങ്ങൾ സമയം കളയുന്നിടത്ത് നിങ്ങൾ പോയി എന്തെങ്കിലും പണി എടുക്കൂ. നമ്മൾ പണിയെടുക്കുന്നുണ്ട്, നമുക്കതിനുള്ള പൈസ കിട്ടുന്നുണ്ട്. പൈസയിൽ എന്തോ ആയിക്കോട്ടെ, നമുക്കത് നമ്മളതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ പോയി പണിയെടുക്കും ഫസ്റ്റ്. പിന്നെ എന്താണ്, ഭാര്യയ്ക്കും ഭർത്താവിനും ആങ്ങളയ്ക്കും ഭാര്യയ്ക്കും മുഴുവട്ട, ഇടയ്ക്ക് പാവം അമ്മയും കൂട്ടും. സുനിത ഷാജി, ഇപ്പം ഈ സുനിത ഷാജി എന്ന് പറയുന്ന ആൾക്ക് അറിയാം, നല്ല രീതിക്ക് അറിയാം നമ്മളെ, എൻ്റെ ഫാമിലീനെ എല്ലാം നല്ല രീതിക്ക് അറിയാം. അപ്പം നമ്മളെ നല്ലപോലെ അറിയുന്ന ഒരാളാണ്. അതെ, ഭാര്യയ്ക്കും വട്ടാണ്, ഭർത്താവിനും വട്ടാണ്, എല്ലാവർക്കും, ഞങ്ങൾ കുടുംബത്തോടെ ഞങ്ങൾക്ക് മുഴുവനും വട്ടാണ്. ചേച്ചിക്ക് എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? കമൻറ്റ് ചെയ്യുന്ന ചേച്ചിക്ക് എന്താണ് പ്രശ്നം? വട്ടുണ്ടെങ്കിലും ഞങ്ങൾ ജീവിക്കുന്നില്ലേ? അതാണ്, അത്രേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഓവർ ആക്ടിങ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാരാ പറഞ്ഞിരുന്നത്? ഭരത്. ഓക്കെ. ഓവർ ആക്ടിങ് നമ്മൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് അല്ല. നമ്മളൊരു സിനിമാ നടനല്ല, സിനിമാ നടിയല്ല, നാടക നടനല്ല, നാടക നടിയല്ല, ഒന്നുമല്ല. നമ്മൾ ചെറിയ ചെറിയ റീൽസ് ഇടുന്നു. അതും ഒരു 5-6 വർഷത്തിനോടിടയിലാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അതിനകത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നു. നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നു, നമ്മളത് പബ്ലിഷ് ചെയ്യുന്നു. അത് വലിയ നടനോ നടിയോ ആയിട്ടൊന്നും അല്ല. നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ അത് ഓവർ ആക്ടിങ് ആയി പോയേക്കാം, ചിലപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാനായിട്ട്. ഓക്കെ, അത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ. ചേട്ടൻ എന്താണ് ബുദ്ധിമുട്ട്? ഓക്കെ, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, നോ പ്രോബ്ലം. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. രേഷ്മയാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ അടുത്തത്? വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ? സുനിത്ത്. കൂലിപ്പണിക്ക് പോകുന്നവർക്ക് അറിയാം അതിൻ്റെ കഷ്ടപ്പാട്. ഓരോ ജോലി ചെയ്യുന്നവർക്കും ഒരു പട്ടി വല്ലാണ്ട് കുറയ്ക്കുന്നു. അപ്പോൾ ഓരോ ജോലി ചെയ്യുന്നവർക്കും അറിയാം അതിൻ്റെ കഷ്ടപ്പാട്. ഓരോ ജോലിയും ചെയ്യാതെ ചുമ്മാ ഇരുന്നാൽ നമുക്ക് ആരും പൈസ കൊണ്ട് തരത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. അപ്പം നല്ല രീതിക്ക് പണിയെടുത്തിട്ട് തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത്. ജോസ് തനിക്കിലോ തലയ്ക്ക് സുഖമില്ല. അത് തന്നെ മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് കേട്ടോ. തലയ്ക്ക് സുഖമില്ല. ഓക്കെ. ഇവരുടെ മോന്ത കണ്ടു മടുത്തു. അതാരാ പറഞ്ഞിരുന്നേ? ചാണക്യൻ തന്ത്രം. ഇവരുടെ മോന്ത കണ്ടു മടുത്തു എന്ന് പറഞ്ഞ ആളോട് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിനകത്ത്, ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ മോന്ത കണ്ട് മടുത്തെങ്കിൽ അത് ചെയ്തിട്ട് പോകണം. പിന്നെയും നമ്മൾ ചെയ്യുന്ന റീൽസ് ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കാണാൻ വേണ്ടി കയറുന്ന ഇന്നത്തിൽ അത് ഇതാക്കിയിട്ട് പോകണം. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് ചുമ്മാ മോന്ത കണ്ട് മടുത്തു, നിങ്ങൾ കണ്ട് മടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാൾ കണ്ട് മടുത്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. മടുത്തെങ്കിൽ താങ്കൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ട് ആ വഴി പോയിക്കൊള്ളുക. ഇതിനിടയിൽ ഓട്ടോയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല സൗണ്ട് ഡിസ്റ്റൻസ് കാണും. ഒരു പട്ടി നിർത്താതെ കുറയ്ക്കുന്നു. സാരില്ല. ഓക്കെ. ബംഗാളി വരെ തോട്ടിൽ കളഞ്ഞ സാധനം. ഇവറ്റകൾ ഒരു ശല്യമായല്ലോ. അതെ, നമ്മളിപ്പോൾ ഒരു പൊതു ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഏത് തരത്തിലാണ് താങ്കൾക്ക് ഞാനൊരു ശല്യമായത്, അല്ലെങ്കിൽ ഞങ്ങളൊരു ശല്യമായതെന്ന് പറയണം. അതായത് സുഗതൻ, ബാക്കി വായിക്കുന്നില്ല. ബാക്കി അവളുടെ പേര് എൻ്റെ ഒരു കസിനുള്ള പേരാണ്, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലോക്ക് ആക്കിയിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഭയങ്കര അസ്വസ്ഥതയല്ലേ ഈ പട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തിട്ട് പോകാം. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഒരാൾക്കും, ഒരു കുഞ്ഞിന് പോലും നമ്മൾ ഒരു ദ്രോഹം വരുത്തുന്നില്ല. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണ്, ഒരു സെക്കൻഡ് നോക്കട്ടെ. ഒരു വളരെ നല്ലൊരു കമൻറ്റാണ്. അത് ഒരുപാട് കിരൺ SR കേട്ടോ.
വാടക വീട്ടിൽ കിടന്നിട്ടും രണ്ടിൻ്റെയും അഹങ്കാരം കണ്ടില്ല. ഈ പറയണയാൾ വലിയ ബംഗ്ലാവിലായിരിക്കും കിടക്കുന്നത്, ഒരുപാട് പൈസയൊക്കെ ഉള്ള മനുഷ്യനായിരിക്കും, ശരിയായിരിക്കും. നമുക്കുണ്ടായിരുന്നതൊക്കെ വിട്ടിട്ട് നമ്മൾ വന്നതാണ്. വാടകയെങ്കിൽ വാടക, നമുക്ക് നമ്മുടെ ലൈഫ് സന്തോഷമായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. വാടക വീട്ടിൽ കിടന്നാൽ എന്താണ് പ്രശ്നം? നമ്മൾ ജീവിക്കുന്നില്ലേ? വാടക വീട്ടിൽ കിടക്കുന്നവർക്ക് എന്താ, അവർക്കൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാടക അത് മാസാമാസം കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനപ്പുറം നമുക്ക് വേറെ എന്താ വേണ്ടേ? നമുക്ക് 3 നേരം ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് വാടക കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലാവരെയും പോലെ നിന്നൂടെ? സ്വന്തം വീട്ടിൽ താമസിക്കുന്നവരെ പോലെ നമുക്ക് നിന്നൂടെ? നമുക്ക് ജീവിച്ചുകൂടെ? നമുക്ക് ഫുഡ് കഴിച്ചുകൂടെ? നമുക്ക് വീഡിയോ ചെയ്തുകൂടെ? വാടക വീട്ടിൽ കിടക്കുന്നതാണോ? അയ്യോ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ആൾക്കാരെടുത്ത് വിചാരിക്കും ഞാൻ വാടക വീട്ടിലല്ലേ കിടക്കുന്നത്. അങ്ങനെ അത് നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. വാടക വീട്ടിൽ കിടക്കുന്ന ഞങ്ങളിപ്പോൾ 2 വർഷമായതുള്ളൂ. ഞങ്ങൾ 2.5 വർഷം, 10, 15, 20 വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ വാടക വീട്ടിൽ കിടക്കുന്നവർ ഇതിനെതിരെ റിയാക്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മളെ അത്രയും വില കുറച്ച് കാണുകയാണ്. നമ്മൾ ആരുടെയും തട്ടിപ്പറിച്ചിട്ടോ അല്ലെങ്കിൽ കട്ടോ മോഷ്ടിച്ചോ ഒന്നുമല്ല ജീവിക്കുന്നത്, അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് വീടില്ല, അതുകൊണ്ട് നമുക്ക് എന്ന് വെച്ച് നമുക്ക് എന്തെങ്കിലും എയിലും പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മളൊരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് നമ്മൾ താമസിക്കുന്നു, ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് വരുന്ന കുറച്ച് ഇത് പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മെയിനായിട്ട് ഈ ഒരു സംഭവം, ഈ വാടകയ്ക്ക് എടുക്കുന്ന ആളുകളെ പറഞ്ഞതിന് എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. വിഷമമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരെയാണ്. കാരണം നമ്മൾ ആരും ബുദ്ധിമുട്ടിപ്പിക്കാനോ ആരുടെ വീട്ടിലും വലിഞ്ഞു കയറി ചെല്ലാതെ പോയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് നമ്മൾ ഒരു വാടക വീട് റെഡിയാക്കി നമ്മൾ അവിടെ മാസം നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുക്കുന്നു. അല്ലാതെ നമ്മൾ ആരും നമുക്ക് ചുമ്മാ തന്നിട്ടല്ല. അപ്പം അങ്ങനെ കൊടുത്തു ജീവിക്കുന്ന നമുക്ക് അഭിമാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ അഭിമാനത്തോടെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലേ? നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ വലിയ ബംഗ്ലാവിൽ ജീവിക്കുന്ന പോലെ, വലിയ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന പോലെ, 2 നിലയിലും 3 നിലയിലും ജീവിക്കുന്ന ആളുകളെ പോലെ നമുക്ക് വീഡിയോ എടുത്തുകൂടെ? അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കിക്കൂടെ? നമുക്ക് ഡെയിലി മീനും ഇറച്ചിയും മുട്ടയൊക്കെ കഴിച്ചുകൂടെ? നമ്മൾ വാടക വീട്ടിലാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കഴിയാം, നമുക്കത് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല ഇതിനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാരണം അച്ഛൻ കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെവൽ തന്നെ മാറിപ്പോവും. പക്ഷേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, നമ്മൾ ആരെയും ഒരു തരത്തിലും ദ്രോഹിക്കാൻ വന്നിട്ടില്ല. അന്നും ഇന്നും എന്നും ഇനി അങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് ആരും ദ്രോഹിക്കില്ല. കാരണം എനിക്കിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കണ്ടീഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും മാനസികമായിട്ട് ഭയങ്കര തളർന്നു നിൽക്കുന്നൊരു സമയം. കാരണം ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പേരിൽ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലുകളെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കുമുള്ള അസുഖം കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചാൽ കണ്ടുപിടിച്ചു, ഇനി കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു മെൻ്റൽ കണ്ടീഷനും ഒന്നും നമ്മുടെ ശരിയല്ല. അതൊരു അവസ്ഥയിൽ കൂടിയാണ്. എങ്കിലും നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു, നമ്മൾ ജീവിക്കുന്നു. ഓക്കെ, ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നാളുകളായി. നേരത്തേക്കാണെങ്കിൽ ഞാൻ ആരെന്ത് പറഞ്ഞാലും അതെടുത്തിട്ട് വീഡിയോ ചെയ്യും, എന്നിട്ട് കരഞ്ഞു കൂവി മെഴുകി നിലവിളിച്ചൊക്കെ നടക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ആരെന്ത് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കത്തേയില്ല. കാരണം നമ്മൾ ഒരുപാട് ഒരുപാട് സ്ട്രെസ്സും നമുക്ക് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഞങ്ങളല്ല. ഒരുപാട് ആളുകൾ അങ്ങനെയായിരിക്കും, ഞങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിടുന്ന ഈ 1, 2, 3 ചൊറി കമൻറ്റുകളൊന്നും കണ്ട് പേടിച്ചോടി പോകത്തില്ല. നമുക്ക് പറ്റുന്നിടത്തോളം കാലം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തീരെ വയ്യാത്ര നാൾ പോകാൻ പറ്റുന്നൊന്നും അറിയില്ല. കാരണം അത്രയും വയ്യാത്തൊരു കണ്ടീഷനാണ്. ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ചെന്നപ്പോൾ ഒത്തിരി പേരോട് എന്ത് പറ്റി ആകെപ്പാടെ ശോഷിച്ച് ഉണക്കച്ചുള്ളി പോലെയായി. ഞാനും അത്രത്തോളം വയ്യാണ്ടൊരവസ്ഥയിലാണ് ഞാനുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മളെ മാനസികമായിട്ട് തളർത്താതിരിക്കുക, ഇങ്ങനത്തെ മോശം കമൻറ്റുകൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ.